ഇന്നിവിടെ പറയാൻ പോകുന്ന ക്വസ്റ്റ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറേ ഷേപ്പുകളെ ഏരിയയും വോളിയവും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ക്വിസിലേക്ക് ഏറെ ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണിത്. നമ്മളെ ക്വസ്റ്റ്യനിലും ഇത് ആവശ്യമുള്ളത് തന്നെയാണ്. ഇതെല്ലാവരും മറക്കാതെ പഠിക്കുക. ആദ്യത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ജിയോമെട്രി? ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം യൂക്ലിഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് ദി വാല്യൂ ഓഫ് പൈ അപ്രോക്സിമേറ്റ്ലി 3.14? പൈയുടെ മൂല്യം ഏകദേശം 3.14 ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ കമൻറ്റിലിട്ട ഉത്തരം ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഉത്തരം ആർക്കിമിഡീസ്. എന്നാൽ നമ്മൾക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് ദി സൈഡ് ഓഫ് എ ക്യൂബ് 5 cm, ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഒരു ക്യൂബിൻ്റെ വശം 6 cm ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്താണ്? നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തുക. ഉത്തരം 5 ക്യൂബ് = 125 cm3. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് റേഡിയസ് ഓഫ് എ സ്പിയർ 3 cm, ഫൈൻഡ് വോളിയം. ഒരു ഗോളത്തിന് 3 cm ആരമുണ്ട്. അതിൻ്റെ വ്യാപ്തം കണ്ടെത്തുക. നമ്മൾക്ക് ആൻസർ നോക്കാം. ആൻസർ 113.04 cm3. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് ബേസ് = 9 cm, ഹൈറ്റ് = 12 cm, ഫൈൻഡ് ഹൈപ്പോട്ടനൂസ്. അടിസ്ഥാനം 9 cm ഉയരം 12 cm ആണെങ്കിൽ കർണം കണ്ടെത്തുക. ഉത്തരം നോക്കാം. ഉത്തരം 15 cm. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി സർഫേസ് ഏരിയ ഓഫ് എ സ്പിയർ വിത്ത് റേഡിയസ് 7 cm. 7 cm ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടെത്തുക. ആൻസർ നോക്കാം. 615.44 cm². അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദി വോളിയം ഓഫ് എ ക്യൂബോർഡ് വിച്ച് L = 5 cm, B = 4 cm, H = 2 cm. L = 5 cm, B = 4 cm, H = 2 cm ഉള്ള ഒരു ക്യൂബോയിഡിൻ്റെ വ്യാപ്തം കണ്ടെത്തുക. ആൻസറിലേക്ക് പോകാം. 14 cm3. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ഓപ്പോസിറ്റ് = 3, ഹൈപ്പോട്ടനൂസ് = 5, ഫൈൻഡ് സൈൻ തീറ്റ. ഒരു വലത് ത്രികോണത്തിൻ്റെ എതിർവശത്ത് 3, കർണം 5 ആണെങ്കിൽ സൈൻ തീറ്റ കണ്ടെത്തുക. ഉത്തരം നോക്കാം. ഉത്തരം 3/5 = 0.6. ക്വസ്റ്റ്യൻ, ഹൂ ഇൻവെൻറ്റഡ് കാൽക്കുലസ് ഇൻഡിപെൻഡൻ്റ്ലി അലോങ് വിത്ത് ഐസക് ന്യൂട്ടൺ? ഐസക് ന്യൂട്ടണിനൊപ്പം സ്വതന്ത്രമായി കാൽക്കുലസ് കണ്ടുപിടിച്ചത് ആരാണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടും. ഉത്തരം നോക്കാം. ഗോഡ്ഫ്രണ്ട് വില്യം ലീബ്നിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ഈസ് ഫേമസ് ഫോർ ഹിസ് ഇൻഫിനിറ്റി സീരീസ് ആൻഡ് നമ്പർ തിയറി? അനന്തശ്രേണികളിലും സംഖ്യാ സിദ്ധാന്തത്തിനും പേരുകേട്ട ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദി മാത്തമാറ്റീഷ്യൻ ബിഹൈൻഡ് ദി പൈതഗോറസ് തിയറം? പൈതഗോറസ് സിദ്ധാന്തത്തിന് പിന്നിലെ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരം പൈതഗോറസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദി ഹ്യൂമൻ കമ്പ്യൂട്ടർ ഫോർ ഹെർ ഫാസ്റ്റ് കാൽക്കുലേഷൻ?
വേഗത്തിലുള്ള കണക്ക് കൂട്ടലുകൾക്ക് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നൽകാം. ഉത്തരം ശകുന്തള ദേവി. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ പരമാവധി മൂല്യം കണ്ടെത്തുക. ഉത്തരം 1/2. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ഡിസ്കവേർഡ് സീറോ? 0 കണ്ടെത്തിയ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭട്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇൻട്രൊഡ്യൂസ് ദി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം നൽകാം. റെനെ ഡെസ്കാർട്ടസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഈസ് കോൾഡ് ദി പ്രിൻസ് ഓഫ് മാത്തമാറ്റീഷ്യൻ? ഗണിതശാസ്ത്രജ്ഞരുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം കാൾ ഫെഡറിക് ഗൗസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് അഡ്ജസൻറ്റ് സൈഡ് 4 ആൻഡ് ഹൈപ്പോട്ടനസ് 5 ഫൈൻഡ് കോസ് തീറ്റ. തൊട്ടടുത്തുള്ളത് 4 ആണെങ്കിൽ കർണം 5 ആണെങ്കിൽ കോസ് തീറ്റ കണ്ടെത്തുക. ഉത്തരം നോക്കാം. 4/5 = 0.8. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ മൂവ്സ് അറ്റ് 60 km/h ഫോർ 2 hours. ഫൈൻഡ് ദി ഡിസ്റ്റൻസ്. ഒരു കാർ 2 മണിക്കൂർ 16 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൂരം കണ്ടെത്തുക. ഉത്തരം നൽകാം. 16 × 2 = 120 km. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് മീനിങ് ഓഫ് f of 0 if f of x = 3x - 2? f of x = 3x - 2 ആയാൽ f of 0. ഉത്തരത്തിന് പോകാം. ഉത്തരം -2. ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് അടുത്തതായി വരാൻ പോകുന്നത്. ഇഫ് സൈൻ തീറ്റ = 3/5 ഫൈൻഡ് കോസ് തീറ്റ. സൈൻ തീറ്റ = 3/5 ആണെങ്കിൽ കോസ് തീറ്റ കണ്ടെത്തുക. ഉത്തരം നൽകാം. ഉത്തരം കോസ് തീറ്റ = 4/5.